നമസ്കാരം. വി ആർ ഫാർമാഗേറ്റ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡയബറ്റീസ് ടാബ്ലറ്റ് കഴിച്ചിട്ട് മദ്യം കുടിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. നമസ്കാരം സുഹൃത്തുക്കളെ. ഡയബറ്റീസ് ടാബ്ലറ്റ് കഴിക്കുന്ന പലർക്കും ഒരു സംശയമുണ്ട്. ഗുളിക ഷുഗർ കുറയ്ക്കും, മദ്യം ഷുഗർ കൂട്ടും. അപ്പോൾ രണ്ടും ഒരുമിച്ച് വന്നാൽ ഒന്നും സംഭവിക്കില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ ലോജിക്കലായി തോന്നും. പക്ഷേ മനുഷ്യ ശരീരം ഒരു കാൽക്കുലേറ്റർ അല്ല എന്ന് ഓർമ്മിക്കുക. അതുകൊണ്ടാണ് ഡയബറ്റീസ് ടാബ്ലറ്റും മദ്യവും ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഗുരുതരമായ പ്രശ്നങ്ങൾ വരെ ഉണ്ടാകുന്നത്. ഇന്ന് അതിൻ്റെ പിന്നിലെ ശാസ്ത്രം വളരെ ലളിതമായി മനസ്സിലാക്കാം. ഡയബറ്റീസ് ടാബ്ലറ്റിൻ്റെ ജോലി എന്താണെന്ന് ആദ്യം നോക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഗ്ലൂക്കോസായി മാറി രക്തത്തിലേക്ക് എത്തുന്നു. ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോഴാണ് ബ്ലഡ് ഷുഗർ ഉയരുന്നത്. ഡയബറ്റീസ് ടാബ്ലറ്റുകൾ അല്ലെങ്കിൽ മരുന്നുകൾ ഈ അധിക ഷുഗർ നിയന്ത്രിക്കാനാണ് സഹായിക്കുന്നത്. ചില മരുന്നുകൾ ശരീരത്തിലെ ഇൻസുലിൻ്റെ പ്രവർത്തനം കൂട്ടുന്നു. ചിലത് കരളിൽ നിന്ന് അധിക ഗ്ലൂക്കോസ് പുറത്തു വരുന്നത് കുറയ്ക്കുന്നു. മറ്റു ചിലത് ശരീരകോശങ്ങൾക്ക് ഗ്ലൂക്കോസ് കൂടുതൽ ഉപയോഗിക്കാൻ സഹായിക്കുന്നു. അതായത് മരുന്നിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രം, ബ്ലഡ് ഷുഗർ നിയന്ത്രണത്തിൽ നിലനിർത്തുക. ഇനി മദ്യം എന്താണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നതെന്ന് നോക്കാം. മദ്യം ശരീരത്തിൽ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ കരൾ അതിനെ പൊളിക്കാനും അതിനെ പുറത്താക്കാനും തുടങ്ങും. കാരണം ശരീരത്തിന് മദ്യം ഒരു വിഷപദാർത്ഥം പോലെയാണ്. ഈ സമയത്ത് കരൾ തൻ്റെ മറ്റ് പ്രധാന ജോലികൾക്ക് പകരം മദ്യത്തെ കൈകാര്യം ചെയ്യുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. കാരണം ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കുന്നതിൽ കരളിനും വലിയ പങ്കുണ്ട്. ആളുകൾ കരുതുന്ന വലിയ തെറ്റിദ്ധാരണ. ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരാം. മദ്യം ഷുഗർ കൂട്ടും, ഗുളിക ഷുഗർ കുറയ്ക്കും. അപ്പോൾ രണ്ടും ക്യാൻസലായല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇത് ഒരു ഗണിത കണക്കല്ല. ഒരു വശത്ത് മരുന്ന് ഷുഗർ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, മറുവശത്ത് മദ്യം ശരീരത്തിൻ്റെ സാധാരണ നിയന്ത്രണ സംവിധാനത്തെ തന്നെ ബാധിക്കുന്നു. ഫലമായി ഷുഗർ ലെവൽ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ മാറാം. യഥാർത്ഥ അപകടം എവിടെയാണെന്ന് നോക്കാം. ചില സാഹചര്യങ്ങളിൽ ഷുഗർ അപകടകരമായി താഴാം. ഇതിനെ ഹൈപ്പോഗ്ലൈസീമിയ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ രോഗിക്ക് തലകറക്കം, അമിത വിയർപ്പ്, കൈവിറയൽ, കൺഫ്യൂഷൻ, ഹൃദയമിടിപ്പ് കൂടുക എന്നിവ ഉണ്ടാകാം. ഗുരുതരമായാൽ ബോധക്ഷയം വരെ സംഭവിക്കാം. ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ഈ ലക്ഷണങ്ങളിൽ പലതും മദ്യലഹരിയുടെ ലക്ഷണങ്ങളോട് സാമ്യമുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും രോഗിക്കും ചുറ്റുമുള്ളവർക്കും യഥാർത്ഥ പ്രശ്നം തിരിച്ചറിയാൻ വൈകും. അപ്പോൾ അടുത്ത ചോദ്യം, മദ്യപാനം ഉള്ള ഒരാൾക്ക് എന്താണ് ഇതിന് ഒരു സൊല്യൂഷൻ? എനിക്ക് മദ്യപാനശീലമുണ്ട് എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ഡയബറ്റീസ് ഗുളിക ഒരു മാജിക് ഷീൽഡ് അല്ല. മരുന്ന് കഴിക്കുന്നു എന്ന കാരണത്താൽ മദ്യത്തിൻ്റെ ദോഷഫലങ്ങൾ ഇല്ലാതാകുന്നില്ല. ഏറ്റവും സുരക്ഷിതമായ ഓപ്ഷൻ മദ്യം ഒഴിവാക്കുക എന്നതാണ്. ഇത് സാധിക്കാത്ത ആളാണെങ്കിൽ ഒഴിഞ്ഞ വയറ്റിൽ മദ്യം കഴിക്കരുത്. ഷുഗർ നിയന്ത്രണം കൃത്യമായി നിരീക്ഷിക്കുക. മരുന്ന് സ്വയം നിർത്തുകയോ ഡോസ് മാറ്റുകയോ ചെയ്യരുത്. തലകറക്കം, വിയർപ്പ്, കൈവിറയൽ തുടങ്ങിയ ലക്ഷണങ്ങളെ അവഗണിക്കരുത്. കാരണം അത് വെറും മദ്യലഹരി മാത്രമായിരിക്കണമെന്നില്ല. ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒറ്റ വാചകത്തിൽ പറയാം. മദ്യം ഷുഗർ കൂട്ടും, ഗുളിക ഷുഗർ കുറയ്ക്കും. അതിനാൽ രണ്ടും ക്യാൻസൽ എന്നത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ കോമ്പിനേഷൻ ശരീരത്തിലെ ഷുഗർ നിയന്ത്രണത്തെ കൂടുതൽ സങ്കീർണമാക്കാൻ കഴിയും. അതുകൊണ്ട് ഡയബറ്റീസ് ഉള്ളവർ മദ്യപാനത്തെ നിസ്സാരമായി കാണരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഡയബറ്റീസ് രോഗികൾക്ക് സുരക്ഷിതമായി കഴിക്കാവുന്ന 10 മികച്ച ഭക്ഷണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. നന്ദി.